ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 6, 7, 8 എന്നീ ദിവസങ്ങളിൽ പുണർദം, പൂയം, ആയില്യം, കർക്കിടക കൂറുകാർക്ക് വിശേഷപ്പെട്ട ദിവസങ്ങളാണ്, തീയതികളാണ്. വിശേഷപ്പെട്ട തീയതികൾ എന്ന് വെച്ച് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ വരിക, ധനയോഗത്തിന് വഴിതെളിയിക്കുക, ധനഭാഗ്യം കൈവരിക്കുക, ഉദ്ദിഷ്ട കാര്യങ്ങൾ നടപ്പിലാക്കുക, സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുക, അതുപോലെ നമ്മൾക്ക് ആഗ്രഹപ്പെട്ട സാധനങ്ങൾ കിട്ടുക. അത് വസ്ത്രമായിക്കോട്ടെ, ആഭരണമായിക്കോട്ടെ, പണമായിക്കോട്ടെ, വാഹനമായിക്കോട്ടെ. അതുപോലെ ഏതെങ്കിലും ഭൂമി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് അത് നമ്മൾക്ക് വേണം എന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പറ്റി കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, അത് കിട്ടിയാൽ കൊള്ളാം എന്നുണ്ട് എന്നുള്ള ഇത് അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യത ഉള്ള ദിവസങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ നമ്മൾ ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ, അതിപ്പോൾ വാഹനമാകാം, ആഭരണമാകാം, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പല വസ്തുക്കളാകാം. അത് വാങ്ങിക്കാനുള്ള സമയം ഈ സമയമാണ്, ഉത്തമമായിട്ടുള്ളതാണ്. പുതിയ എന്തെങ്കിലും സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തമമായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ലോട്ടറി ടിക്കറ്റ് കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം ഭാഗ്യപരീക്ഷണം കൊണ്ട് അവർക്ക് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത് എടുക്കുന്നവർക്കും അത് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുറികളോ മറ്റുള്ളതോ ചിട്ടികളോ കിട്ടുവാനുള്ള സാധ്യതയും, ലോണുകളെല്ലാം അതിൻ്റെ സാക്ഷനായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് കിട്ടുവാനുള്ള സാധ്യതകളും, അതുപോലെ തന്നെ രേഖകൾ വല്ലതും കിട്ടുവാനുണ്ടെങ്കിൽ, രേഖകൾ പറഞ്ഞാൽ ഭൂരേഖകളോ അല്ലെങ്കിൽ ഭവന സംബന്ധമായിട്ടുള്ള രേഖകളോ, ലോൺ സംബന്ധമായിട്ടുള്ള രേഖകളോ, വിദേശ സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള രേഖകളോ മറ്റുള്ള കാര്യങ്ങളെല്ലാം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ആ സമയത്ത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഈ തീയതികളിൽ 6, 7, 8 എന്നീ തീയതികളിൽ കിട്ടുവാനുള്ള സാധ്യത ഈ കർക്കിടക കൂറുകാർക്ക് കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ അപ്രതീക്ഷിതപരമായിട്ടുള്ള പലവിധ കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവിക്കാന്ന് വെച്ചുകൊണ്ട് നടക്കും, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കർക്കിടക കൂറുകാർക്ക് അറിയാം, 12 വ്യാഴം നിൽക്കുന്ന സമയമാണ്. വളരെ ദോഷം, ധനത്തിനും മറ്റും ചെലവുകളുള്ള സമയമാണ്. പാഴ്ചെലവുകൾ ഇഷ്ടം പോലെ വരാം. പക്ഷേ ഈ ദിവസങ്ങളിൽ തന്നെ പാഴ്ചെലവ് അധികം വരാതിരിക്കാൻ ഉള്ള മാർഗമുണ്ട്. അതിന് പകരം പണം വരുവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അത് ചിലവ് തന്നെയാണ്, പക്ഷേ അത് ഒരു അമിത ചിലവായി മാറില്ല എന്നുള്ളതാണ് പറയുന്നത്. പണം ചിലവാക്കുക എന്ന് പറയുമ്പോൾ ചിലവാക്കണം. എന്തായാലും നമുക്ക് 12 വ്യാഴം നിൽക്കുമ്പോൾ പണം കയ്യിൽ നഷ്ടപ്പെടും എന്നുള്ളൊരു സംശയമില്ല. പക്ഷേ അത് ഉപകാരത്തിന് നഷ്ടപ്പെടുകയാണെങ്കിൽ യാതൊരുവിധ ദോഷവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങി നമ്മൾ അത് ഉപകാരത്തിന്, നമ്മൾക്ക് ഉപയോഗത്തിന് യോഗ്യതയാകണമെങ്കിൽ ആ വസ്തു വാങ്ങുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അത് പാഴ് വസ്തുവായിട്ട് മാറില്ല എന്നുള്ള പറയുന്നത്. പാഴ് ചെലവിൽ പെടുവില്ല. അങ്ങനെയുള്ളൊരു ദിവസമൊക്കെയാണ് ഇത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യത, ഇൻ്റർവ്യൂ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യത, ഉദ്യോഗ കയറ്റങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യത, ജോലിയിൽ നിന്നും സ്ഥലമാറ്റം കിട്ടുവാനുള്ള സാധ്യത എന്നിവയെല്ലാം ഈ സമയത്ത് ഇവർക്ക് കാര്യമായിട്ട് വരുന്ന ഒരു സാധ്യതയുള്ള സമയമായിട്ടാണ് ഈ ജൂലൈ 6, 7, 8 എന്ന തീയതികൾ. ഈ 6, 7 തീയതികൾ എങ്ങനെയാണ് ഇവർക്ക് പ്രത്യേകത വെച്ച് പറഞ്ഞാൽ, കർക്കിടക കൂറുകാർക്ക് അനുകൂലപരമായിട്ടും ദൈവാനുഗ്രഹപരമായിട്ടും പലവിധ സംശയനിരൂപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയായിട്ടാണ് കർക്കിടക കൂറുകാരനെ ഇതിന് വിശേഷിക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ തീയതികൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്കുടെ ഫലം പറയുവാനുള്ള കാരണം. നമസ്കാരം.